ഏറ്റവും കൂടുതൽ ഇന്ന് കുട്ടികൾ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒന്ന് കോൺഫ്ലിക്റ്റ് ഉള്ള വേർപിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുള്ളിടത്താണ്. ഒരച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ സ്വതന്ത്രമായ ജീവിതം കിട്ടിയേക്കാം, മറ്റൊരു ജീവിതം കിട്ടിയേക്കാം. പക്ഷെ അതിനിടയിൽ വേദന അനുഭവിക്കുന്നത്, കാലാകാലം മരിക്കുവോളം വേദന അനുഭവിക്കുന്നത് അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, എവിടെയോ ഉപേക്ഷിച്ചു പോകപ്പെടുന്ന മക്കളാണ്. അവർക്ക് എത്രയൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. അവരുടെ മാനസിക തലത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഉപ്പയും ഉമ്മയും കാഴ്ചവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അവർ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത്, നിങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് വിചാരിക്കും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിന്നിങ്ങനെ ഊർന്നു പോകുന്നത് നിങ്ങൾ പോലും അറിയാതെയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ അവരോടൊപ്പം കൂടുക, സാഹിബാവുക എന്ന പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾ അവരുടെ കൂട്ടുകാരനാവുക. ഞാൻ പറയുന്നു, അതിന് ഫ്രണ്ട് ആവരുത്, ഫ്രണ്ട്ലി ആവണം. ഒരു ഫ്രണ്ട് ഒരിക്കലും ഉപ്പയോ ഉമ്മയോ ഫ്രണ്ട് ആകാൻ പാടില്ല. അതേസമയം ഫ്രണ്ട്ലി ആയിരിക്കണം. നിങ്ങളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം. അവനൊരു കുഞ്ഞു തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞു തെറ്റുപറ്റിപ്പോയി. പക്ഷെ ആ തെറ്റുപറ്റിയത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളതൊരു മഹാസംഭവമാക്കാതെ നിങ്ങൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നിട്ട് എന്തു പറ്റി മോനെ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ സാവകാശം. അവിടെയാണ് ക്ഷമ. ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്നൊക്കെ നമ്മൾ കേട്ടുപഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും പുറത്തെല്ലാവരോടും ക്ഷമ കാണിക്കുമെങ്കിലും നമ്മുടെ വീടിനകത്തുള്ള ക്ഷമ പലപ്പോഴും മാതാക്കൾക്ക് നഷ്ടപ്പെടാറാണ് പതിവ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പുറത്തെല്ലാവരോടും നിങ്ങൾക്ക് ഒരിഷ്ടമില്ലാത്തവരോടും നിങ്ങൾ ചിരിച്ചു കാണിക്കും. പക്ഷെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ചെരുപ്പ് ഊരിയിടുമ്പോൾ അതിനൊപ്പം ക്ഷമയുടെ കുപ്പായം ഊരിയിടുകയാണെങ്കിൽ വീടിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും പുറത്തുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അഴിച്ചു വയ്ക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം വലുതായിരിക്കും. നിങ്ങൾക്കൊരുപക്ഷെ പുറത്ത് മാതൃകായോഗ്യയായ ഒരു വനിതയോ മാതൃകായോഗ്യനായ ഒരു പുരുഷനോ ആവാം. പക്ഷെ വീട്ടിലൊരു മാതൃകായോഗ്യമായ മാതാപിതാക്കളാകണമെങ്കിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ക്ഷമയുടെ കുപ്പായം നിങ്ങൾ എടുത്തണിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. പലപ്പോഴും ഇന്ന് നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മുടെ ഓരോ വീട്ടിലെയും സമയമെടുത്ത് നോക്കിയാൽ ഞങ്ങളെപ്പോലുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. പലപ്പോഴും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുമെങ്കിലും പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും രൂപം മാറും. കാരണം എല്ലാവർക്കും നമുക്കിപ്പോൾ ഒരു കിബിലയുണ്ട്. നമസ്കരിക്കുന്ന കിബില മാത്രമല്ല, വേറൊരു കിബിലയുണ്ട് വീട്ടിൽ. അതിനനുസരിച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ മാറും. അതുകൊണ്ട് നമ്മൾ പരസ്പരം മുഖം കാണുന്നില്ല. ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് ഒരുപാട് നല്ലതാണ്, ഒരുപാട് അറിവുകൾ തരുന്നു. പക്ഷേ അതിനടിമകളാവരുത്. നമ്മൾ ഏത് സംരംഭത്തിന്റെയും അടിമകളാകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കുക, സീരിയലിന് അടിമപ്പെട്ട ഒരു ഉമ്മ, കമ്പ്യൂട്ടറിലും ഫേസ്ബുക്കിലും അഭിനമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഉപ്പ, മകന്റേതായ സ്വകാര്യ ലോകത്ത്, മകളുടേതായ സ്വകാര്യ ലോകത്ത്. ആരും വിചാരിക്കുന്നു മറ്റൊരാൾ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതുകൊണ്ട് ഉമ്മാക്ക് സുഖം, ഉപ്പാക്ക് സുഖം, മകനും മകൾക്കും സുഖം. പക്ഷേ ആ സുഖത്തിനപ്പുറം അവർ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സമയം ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക്, മക്കൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുടുംബത്തിന്റെ ഒരു സുഖം അനുഭവപ്പെടുന്നില്ല. കുടുംബത്തിനൊരു സുഖമുണ്ട്, അതവർ കൂടിച്ചേരുന്നതിലൂടെയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഇമ്പം നഷ്ടപ്പെടുന്നത് ഇത്തരം സ്വകാര്യതകൾ, ഓരോരുത്തർക്കും സ്വന്തമായ സ്വകാര്യത വരുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് ഇത്രയേറെ സൗകര്യമില്ലാത്ത വിശാലമായ ഇടങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടകങ്ങൾക്ക്. അതേസമയം വീടിന് പുറത്ത് വിശാലമായ അകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് വീടിന് സൗകര്യം കൂടി, നമ്മുടെ വീടുകൾക്കൊക്കെ സൗകര്യം കൂടി. അതിനൊക്കെ വീടിനേക്കാൾ മനോഹരമായ മതിലുകൾ പുറത്തു പണിതു. അതിനേക്കാൾ മനോഹരമായ മതില് നമ്മുടെ മനസ്സകങ്ങളിൽ പണിതു. നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിൽ അതിനിടയിൽ വലിയൊരു മതിൽക്കെട്ട് ഉണ്ടോ ഇല്ലേ നോക്കുക. അവന്റെ മനസ്സറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്? അതിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വന്നാൽ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി നാളെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക? എന്റെ ഉമ്മ വേറെ ഒരു ഉമ്മയായിരുന്നെങ്കിൽ. കഴിഞ്ഞ വർഷം ഒരുപാട് സ്കൂളുകളിൽ ഹെൽത്ത് ഡെസ്കിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അവിടെ ചെന്ന് ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റാൻ ദൈവം നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ ആരെയാണ് നിങ്ങൾ മാറ്റുക എന്ന് 14-നും 16-നും ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ 500-ലധികം കുട്ടികളുള്ള ഒരു സദസ്സിൽ 370 പേരും അവർ മാർക്കിട്ടത്, അവർ എഴുതി തന്നത് എന്റെ അമ്മയെ മാറ്റണമെന്നായിരുന്നു. ശരിക്കും ഒരമ്മ എന്ന നിലയ്ക്ക് ഒരു വളരെ വലിയ സങ്കടം തോന്നി. സ്വന്തം അമ്മയെ ജീവിതത്തിൽ നിന്ന് മാറ്റി വേറെ ഒരമ്മയെ പ്രതിഷ്ഠിക്കണമെന്നൊരു കുഞ്ഞിന് തോന്നണമെങ്കിൽ എവിടെയാണ് തെറ്റിപ്പോയത്? മകനാണോ, മകൾക്കാണോ, അതോ അമ്മയ്ക്കാണോ?
അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനൊരു ഉമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിയെ എത്രത്തോളം അറിയാമെന്ന്, ഞാൻ ഒരുപാട് അറിയാമെന്നൊരു പക്ഷെ അഹങ്കരിക്കാം. പക്ഷെ എൻ്റെ കുട്ടി ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ, അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനോട് പ്രതികരിക്കുന്നതെന്ന് തീർച്ചയായും ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക. ഒന്ന് കണ്ണടച്ച് നമ്മുടെ സെൽഫിലേക്ക്, നമ്മുടെ സ്വന്തം അഹംബോധത്തിലേക്ക് നമ്മൾ വരാം. എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നീയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മകൻ എന്ന് പറയുന്നു, എന്റെ യശസ് ഉയർത്താൻ, എനിക്ക് പേരും പ്രശസ്തിയും തരാൻ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി നേടാൻ, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് വരാൻ എന്റെ മകൻ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രികൾ നേടാൻ എന്റെ മകൾ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബം ഉണ്ടാവാൻ എന്റെ മകൾ ഉണ്ടാവണം. പക്ഷെ അവന്റെ ആഗ്രഹങ്ങളിലേക്ക്, അവന്റെ ബോധമണ്ഡലത്തിലേക്ക് എത്രത്തോളം സംഭാവന ചെയ്യാൻ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞു? അവിടെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു ഉമ്മയെ പരുവപ്പെടുത്തുന്നത്. നിങ്ങളങ്ങനെ വെറുതെ അങ്ങ് ഒരു മകനെ അല്ലെങ്കിൽ മകളെ പ്രസവിച്ച് അവരങ്ങനെ വളർന്നോളുമെന്നല്ല, അവരെ നിങ്ങൾ വളർത്തുക, അവരെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വളർത്തുക. അതെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് നല്ല മാതാവും നല്ല പിതാവും ഒക്കെ ആകേണ്ടതില്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ കാണുന്നത് ആ പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഞാനൊരു നല്ല ഉമ്മയാവുക? ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. എന്താണ് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ? നിങ്ങൾക്കൊരു പക്ഷേ മറുപടി പറയാൻ കഴിഞ്ഞേക്കാം. താജ്മഹൽ എന്നും, ചൈനയിലെ വൻമതിൽ എന്നും, പാരീസിലെ ഈഫൽ ടവർ എന്നും, പിസാ ഗോപുരം എന്നും ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന 7 മഹാത്ഭുതങ്ങൾ ഒരു ഉമ്മയ്ക്കുണ്ടാവേണ്ടതാണ്. ആ കഴിവുകൾ അള്ളാഹു നമുക്ക് മാത്രം നൽകിയ പ്രത്യേക കഴിവുകൾ, മനുഷ്യന് മാത്രം നൽകിയ കഴിവുകൾ. ആ 7 ലോകാത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതില്ലേ? ടു സീ, കാണാനുള്ള കഴിവ്. ടു ഹിയർ, കേൾക്കാനുള്ള കഴിവ്. ടു ടോക്ക്, സംസാരിക്കാനുള്ള കഴിവ്. ടു ലാഫ്, ചിരിക്കാനുള്ള കഴിവ്. ടു ലവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ടു ഫീൽ, അത് അനുഭവിച്ചറിയാനുള്ളത്. ടു ടച്ച്, സ്പർശിക്കാനുള്ള കഴിവ്. ആ 7 ലോക മഹാത്ഭുതങ്ങൾ നമ്മളിലില്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ കഴിവുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന്റെ ഒരു ശക്തി, ഒരുപക്ഷെ ഒരുപാട് കവികളും ഒരുപാട് കലാകാരന്മാരും ഇത്രയേറെ വർണ്ണിച്ച മറ്റൊരു സെൻസ് ഓർഗൻ നമുക്കുണ്ടായിരിക്കില്ല. ഈ കണ്ണിന്റെ അത്ര പവറുള്ള ഒരൊറ്റ ലെൻസും ഇത്രയേറെ ശാസ്ത്രം വികസിച്ചിട്ടും ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ എത്രയോ അന്ധന്മാർക്ക് കണ്ണിന് കാഴ്ച കിട്ടിയേനെ. പക്ഷേ ഈ കണ്ണിൽ നിന്നും കണ്ണിലേക്ക്, മറ്റൊരാളുടെ കണ്ണിലേക്ക് പ്രവഹിക്കുന്ന ഒരു തരംഗമുണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കുമിടയിൽ അത്തരം ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ശരീരം മാത്രമല്ല, അവന്റെ മനസ്സും കാണാനുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. അവന്റെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും അവന്റെ ആഗ്രഹങ്ങളും കാണാനുള്ള ഒരു കണ്ണുണ്ടായിരിക്കുക. അവനെ കേൾക്കാനുള്ള ഒരു കാതുണ്ടായിരിക്കുക. പടച്ചതമ്പുരാൻ പറഞ്ഞു നമ്മളോട്, അധികം പറയേണ്ട, നീ കുറെ കേൾക്കൂ. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് 2 കാതുകളും ഒരൊറ്റ നാവും തന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും മറ്റെല്ലായിടത്തും ക്ഷമ കാണിച്ചാലും നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരുപാട് പറയും. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉമ്മമാർക്കുണ്ടാവാറില്ല. നീ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഈ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ കമാൻഡ്സ് ആണ് നമ്മൾ പലപ്പോഴും, ആജ്ഞകളാണ് പലപ്പോഴും നമ്മൾ കൊടുക്കാറ്. നമ്മൾ പലപ്പോഴും ഒരു കുഞ്ഞു തെറ്റ് ഒരു ഉമ്മയ്ക്ക് പറ്റിയാൽ, മക്കൾക്ക് പലപ്പോഴും തെറ്റുപറ്റും, നമ്മൾ ശാസിക്കാറുണ്ട്. മക്കൾക്ക് തെറ്റുപറ്റിയാൽ ശാസിക്കുന്നിടത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ച് ഓടി വന്നാൽ അപ്പോഴത്തെ ദേഷ്യത്തിന് ഉമ്മ ഒന്ന് കൊടുക്കും, ബാക്കി വാപ്പ വരട്ടെടാന്ന് പറയും. അഥവാ ഇപ്പൊ കിട്ടിയത് പോരാ, വാപ്പ വരുന്നവരെ മാനസികമായി അവൻ എന്തോ അനുഭവിക്കണം, വിഷമം അനുഭവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളോടാണ് അങ്ങനെ ഒരാൾ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടു ഫീൽ, അനുഭവിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും, ഞാനോ നിങ്ങളോ നല്ല ഉമ്മയോ വാപ്പയോ ആണെന്ന് പറയേണ്ടത് നമ്മുടെ മക്കളാണ്, നമ്മളല്ല. ഞാനോ ഉമ്മയോ നല്ല വാപ്പയാണ്, ഞാൻ നല്ലൊരു ഉമ്മയാണെന്ന് പറയേണ്ടത് എൻ്റെ മക്കളാ. കാരണം എന്നിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് എൻ്റെ മക്കൾക്കാണ്. ആ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ നോക്കുക. പലപ്പോഴും ഇന്ന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടും അവർ പല പ്രണയ കേസുകളിലും അവിഹിത ബന്ധങ്ങളിലും ചെന്ന് ചാടുമ്പോൾ പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. എന്താണ് സ്നേഹം? ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ കൊടുക്കുന്ന പൈസയിലോ നിങ്ങൾ കൊടുത്ത സൗകര്യത്തിലോ നിങ്ങളുടെ ബാക്കി എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടല്ലാതെ, പക്ഷെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന